അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് മലപ്പുറത്ത് ഖിലാഫത്തിന്റെ മണ്ണായ ആലത്തൂർപടിയിലെ ഒരു സൈറ്റിലാണ്. നമ്മൾ വർക്ക് കഴിഞ്ഞിട്ട് കുറച്ചായി, ഏകദേശം ഒരു മാസമായി. 2 ആഴ്ച മുമ്പാണ് ഈ വീടിന്റെ ഹൗസ് വാമിംഗ് കഴിഞ്ഞത്. ഏകദേശം ഒരു 3000 സ്ക്വയർ ഫീറ്റ്, 2800 സ്ക്വയർ ഫീറ്റോളാണ് മാർബിൾ എടുത്തത്. ഏകദേശം വൈറ്റ് മാർബിളാണ് ഇപ്പോൾ നമ്മൾ ഇതിൽ ഇരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാലോ. നമുക്ക് വീടിന്റെ ഓണറോടിനെ ചോദിച്ചേക്കാം, എങ്ങനെയുണ്ട് മാർബിൾ വിരിച്ചിട്ട്, എന്താണ് മാർബിളിന്റെ അഭിപ്രായം, കാര്യങ്ങളൊക്കെ. പൊതുവെ അഭിപ്രായം എന്താ? അടിപൊളിയാണ്. ഹൗസ് വാമിങ്ങിന് വന്നവരൊക്കെ എന്താ മാർബിളിൽ വെച്ചത്, എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളെന്നൊക്കെ ചോദിച്ച് വൈറ്റ് മാർബിൾ നമ്മള് ഫസ്റ്റ് വിരിച്ചപ്പോ നമ്മൾ അത്ര പ്രതീക്ഷിച്ചത് എത്ര വരുന്നുണ്ട്. പിന്നെ നമ്മൾ വിരിച്ചതിന് ശേഷമാണ് നമ്മളിങ്ങനെ ഇതായത് പ്രതീക്ഷിച്ചത് എത്ര അങ്ങനെ ആവും എന്നുള്ള കാര്യം. അതായത് നമ്മള് മാർബിൾ വിരിക്കുന്ന സമയത്ത് സാധാരണ പോളിഷായി ചെയ്യാതല്ല നമ്മൾ വിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ വൃത്തി എന്താണെന്ന് ആർക്കും അറിയൂല. ഇത് വിരിച്ചു കഴിഞ്ഞാല് നമുക്ക് സാധാരണ എല്ലായിടത്തും സംഭവങ്ങളാണ്, വിരിച്ചു കഴിഞ്ഞ് തുടങ്ങുന്ന വരെ കസ്റ്റമർ നമ്മളോട് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ല തരാ. ഇത് വിരിച്ചിട്ട് പഠിച്ചോനെ ഇത് കുടുങ്ങിയോ, ഇത് എന്താ അവസ്ഥ അറിയാതെ കസ്റ്റമർ ആ പേടിയോടുകൂടി നമ്മളോട് ഇങ്ങനെ സംസാരിക്കുക. പോളിഷിങ് തുടങ്ങി ഏകദേശം ഇങ്ങനെ ആവുമ്പോൾ പിന്നെ കസ്റ്റമർ ഹാപ്പി ആയി. നമ്മളോടുള്ള പെരുമാറ്റം കാര്യങ്ങളൊക്കെ മാറി നമ്മൾ എന്ത് ചോദിച്ചാലും നമുക്ക് റെഡിയാണ്. മറ്റേത് എന്തെങ്കിലും ഇത് കൊണ്ടുവരണോ സിമെന്റ് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് ഇത് അല്ല ചിലപ്പോൾ കിട്ടുക. കാരണം ഇതിനെ കുറിച്ച് അറിയണവർക്ക് പറ്റും, അറിയാത്തവരും എന്താ ചെയ്യുന്നത് ഇവർക്ക് ലാസ്റ്റ് ഫിനിഷിങ് എന്താണെന്ന് അറിയില്ല. കാരണം അവിടെ കടയിൽ വന്ന് കണ്ട് മുമ്പത്തെ ഡിസ്പ്ലേ പീസാണ് കാണുന്നത്, പിന്നെ ഒന്നും കാണുന്നില്ല. അപ്പോ ഇവര് വന്നിട്ട് വിരിച്ചിടുമ്പോ ഇത് വിരിച്ചിട്ട് ആകെ ഇവര് വണ്ടിയില്ലായിരുന്ന ലെവലാവും ഫസ്റ്റ്. പിന്നെ പോളിഷ് ചെയ്ത് കൈ വരുമ്പോ കസ്റ്റമർ ഫുള്ള് ഹാപ്പി ആയി. പിന്നെ നമുക്ക് വേണ്ടതൊക്കെ അവര് എല്ലാ സഹകരണം, മറ്റേത് നമുക്ക് വാണ്ടില്ലായിരുന്നു ചിന്താതെ ഇങ്ങനെ വാങ്ങുന്നു. അതേമാതിരി തന്നെ ഇത് വിരിച്ച് കഴിഞ്ഞ ആൾക്കാർ വന്ന് കാണുമ്പോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ, ആൾക്കാർ വന്നപ്പോ ഇത് എന്താകും. രണ്ട് വലിയ പീസല്ലേ നമ്മൾ എടുത്തത്. അതെ അതെ. അപ്പൊ ആ ഒറ്റ കണ്ണ് ഇതെടുക്കുമ്പോ നമുക്കും തന്നെ ഇതെന്താവും എല്ലായിടത്തും നമ്മൾ വിരിച്ചും ചെയ്തു. എത്ര ഫിനിഷിങ് കിട്ടുന്നു എങ്ങനെ കിട്ടുന്നു നമുക്കറിയില്ല. ഇതൊരു ചെറിയൊരു ഇതുണ്ടായിരുന്നു നമുക്ക്. വിരിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ അത്രയും നല്ല അടിപൊളിയായിട്ടുണ്ട്. വേറെ എല്ലാരും നല്ല അഭിപ്രായമാണ്. പിന്നെ അതേമാതിരി നമ്മളിപ്പോ ഇപ്പത്തെ ട്രെൻഡ് കുറെ ആൾക്കാർ ടൈൽസ് ഒക്കെ ഇതിലുണ്ട്. ഇപ്പൊ ഈ മാർബിളിന്റെ സൈസിൽ 6x4 സൈസിൽ ടൈൽ വരുന്നുണ്ട്. നമ്മളിപ്പോ അയിമൊന്നും ചിന്തിക്കാതെ കല്ലുമൊക്കെ നാച്ചുറൽ സ്റ്റോൺ ഒക്കെ വരാൻ കാരണം എന്താ? കാരണം എന്താ വെച്ചാൽ അത് നമ്മൾ മറ്റേ കരിയിൽ വെച്ചപ്പോൾ അത്രയും ഫിനിഷിംഗ് ആയിട്ട് കിട്ടി. പഴയ വീട് ഇപ്പൊ ഏകദേശം 30 വർഷത്തോളായില്ലേ, ഏകദേശം 30. ഇപ്പോഴും ഒരു കംപ്ലൈന്റും ഇല്ലാതെ മാർബിൾ അതുപോലെ കിടക്കുന്നുണ്ട്. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പിന്നെ പോളിഷ് ചെയ്യേണ്ടിയിരുന്നേ ചെയ്തിട്ട് പിന്നെ അന്ന് വിരിച്ചിട്ട് പിന്നെ പോളിഷ് ചെയ്തിനോ? പിന്നെ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഒരെണ്ണം ചെയ്തു, പിന്നെ ചെയ്തിട്ടില്ല. അതായത് ഇപ്പൊ അവിടെ നിലവിലുള്ള 20 വർഷം മുമ്പ് പോളിഷ് ചെയ്തത്. ഇപ്പോഴും വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ല. അന്നാൾ വന്നപ്പോ ഒന്ന് കണ്ടപ്പോ വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ല. ഇനിയിപ്പോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതേപോലെ തന്നെ പുതിയ പോലെ ആവും. അത് വേറെ ഒരു സാധനത്തിന് നടക്കാത്ത പരിപാടി ഉണ്ടോ? ടൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ വെച്ചാൽ ഓരോ ടൈമിലും മോഡൽ പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഇന്നിപ്പോ നമ്മൾ എടുത്തു കഴിഞ്ഞ ടൈൽസും അല്ല ടൈൽസും നാളെ നമ്മൾ എടുക്കുന്ന ടൈൽസും വേറെ. നിങ്ങൾ പറഞ്ഞ യാഥാർത്ഥ്യമുണ്ട്. കാരണം എന്താ വെച്ചാല് കുറച്ച് ഒരു 10 കൊല്ലം മുമ്പ് വരെ 2x2 ടൈലേനു എല്ലാവരും ചെയ്തിരുന്നത്. ഇപ്പൊ 2x2 ടൈല് ഒരു പുതിയ വീട്ടിലേക്ക് ഒരാൾ വെറുതെ തരാന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ചിന്തിക്കും, ആ 2x2 ടൈല് വരണ്ട, കുറച്ചുകൂടി പൈസ കൊടുത്താൽ നല്ല സാധനം കൊണ്ട് ഇട്ടുകൂടെ ചിന്തിക്കും. അതേ അവസ്ഥ തന്നെ ഈ കാരണം ചിലപ്പോ ടൈൽസിനെ ഞാൻ അടിച്ചാക്ഷേപിക്കല്ല, വേറെ ഉണ്ട്. ഇപ്പൊ 6x4 സൈസ് വരുന്നത്. 6x4 സൈസാണ് ഇപ്പൊ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. 4-2 ഔട്ടായി, 5-3 ഏകദേശം ഇങ്ങനെ ഔട്ടായി കൊണ്ടിരിക്കുന്നു. 6x4 ഇപ്പോൾ സൈസ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു 5-6 വർഷം കഴിയുമ്പോൾ ഈ 6x4 ഔട്ടാവും. കാരണം ഇതിന്റെ അപ്ഡേഷൻ വരും. നാച്ചുറൽ സ്റ്റോൺ അപ്ഡേഷൻ വരാനല്ല, ട്രെൻഡ് മാറും. ചില സമയത്ത് വൈറ്റ് ആവും, ചില സമയത്ത് വേറെ ഏതെങ്കിലും കളറാവും. ട്രെൻഡ് മാറും, പക്ഷേങ്കിൽ അപ്ഡേഷൻ വരാല്ല. കാരണം നാച്ചുറൽ സ്റ്റോൺ ആണ്, അതിന് നമുക്കൊന്നും അപ്ഡേറ്റ് ചെയ്യാനൊന്നുമില്ല. ടൈൽസ് അങ്ങനെയല്ല, ടൈൽസ് ഇങ്ങനെ കാലത്തിനനുസരിച്ചുള്ള അപ്ഡേഷൻ വരും. ആ ഒരു മാറ്റമാണ്. പിന്നെ അതുപോലെ വർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മ എന്തെങ്കിലും തോന്നിയില്ല? ഒക്കെ റാത്താണ്, വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും തോന്നിയില്ല നമ്മളെ പണിക്കാരെ ഭാഗത്തുനിന്ന്?
ഒരു പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അത്രയും ഫിനിഷിംഗ് ആയിട്ടാണ് വർക്ക് ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റത്തെ ആ ഒരു വെക്കുമ്പോൾ നമുക്കും തന്നെ മനസ്സിലേക്ക് ഒരു ചെറിയ ഇതുണ്ടാവും, എങ്ങനെ ഉണ്ടാവും എന്നുള്ള ആ ഒരു ചെറിയ ഇഷ്യൂസ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. അത് പിന്നെ ലാസ്റ്റ് നമുക്ക് ഫിനിഷിംഗ് വർക്ക് കഴിഞ്ഞ് നമ്മൾ ഹൗസ് വാമിങ്ങിന് നമ്മൾ ചെയ്തപ്പോൾ അത്രയും വന്നോലൊക്കെ എന്താ അഭിപ്രായം? എവിടെ ആരെങ്കിലും ചോദിച്ചോ എവിടെ നിന്ന് എടുത്താൽ ചോദിച്ചോ? എന്റെ അമ്മമാര് അതായത് പെണ്ണുങ്ങളെ വീട്ടിൽ നിന്ന് അവര് ചോദിച്ചു എവിടെ നിന്ന് എടുത്തതെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്റെ ഇപ്പാന്റെ ഏട്ടന്മാര് അനിയന്മാര് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അവരെ വീട് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരൊക്കെ ഇൻഷാല്ലാ അവർക്കൊക്കെ ചെയ്യണം എന്നുള്ള മോഹമുണ്ട്. നമ്മളിങ്ങനെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇത് ആൾക്കാർക്ക് തൃപ്തിയുള്ളൂ. കാരണം ഇത് മാർബിളിന്റെ ഷോപ്പിൽ ഇപ്പൊ ടൈൽസ് ഒക്കെ എന്താ വെച്ചാൽ ഡിസ്പ്ലേന്റെ ഷോപ്പ് കയറി കഴിഞ്ഞാൽ 4 പീസൊക്കെ വെച്ച് ഷാറാക്കി ഡിസ്പ്ലേ വെച്ചേക്കും. നമ്മൾ മാർബിൾ ഡിസ്പ്ലേ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ വെയിലും മഴയും കൊണ്ട് ഒരു പീസവിടെ പോളിഷ് ചെയ്ത് വെച്ചേക്കും. അത് വിരിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകുന്നൊന്നും വലിയ ഐഡിയ ഒന്നും കിട്ടൂല. മാർബിൾ വിരിച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് കുറെ ആൾക്കാർക്ക് പ്രശ്നം എന്താ വെച്ചാൽ ഈ മുകളിലെ മാർബിൾ വിരിച്ചു കഴിഞ്ഞാല് പെരയിരിക്കും. അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളിനോട് കുറെ ആൾക്കാർ പറഞ്ഞു അത് ശരിക്കും അറിവില്ലായ്മ. കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് ഫുള്ള് മാർബിൾ തന്നെ വിരിച്ചിട്ടുണ്ട്. അതിപ്പോ ചില എഞ്ചിനീയർമാർ അവരെന്നെ പറയണ്ടേ മുകളിൽ വിരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ പെര അതായത് സംഭവം ഈ വർക്കിന് താങ്ങാൻ പറ്റുമോ അങ്ങനത്തെ ഒരു ചിന്താഗതി ഈ ഒരു പ്രശ്നം ഉണ്ടല്ലോ. ഈ ഒരു പ്രശ്നം നാള് അരികൊരു കസ്റ്റമർ വന്നു, സംശയം വന്നേക്കിന് മൂപ്പര് എഞ്ചിനീയറിംഗ് വിട്ടിട്ട് ഇതിന്റെ ഈ വെയിറ്റ് ചെക്ക് ചെയ്യുന്ന ടീം ഉണ്ടാവുമല്ലോ, ഇപ്പൊ ബ്രിഡ്ജിന്റെ ഒക്കെ വെയിറ്റ് ചെക്ക് ചെയ്യുന്ന ടീം ഉണ്ടല്ലോ, അവരെ കൊടുന്നുകാണ്ട് വീട് ചെക്ക് ചെയ്ത് കാണ്ട് എന്നിട്ടാണ് പിന്നെ മാർബിൾ ഇട്ടത്. അരി കൊടുത്ത ഒരാള് മൂപ്പർക്ക് ഒരു പേടി. കുറെ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മളിപ്പോ നമ്മളെ സുഹൃത്ത് മറ്റേ സുധര ലാഭത്തെ മൂപ്പര് വന്നിട്ട് കാരണം ഈ മുകളിലിട്ട് കഴിഞ്ഞാല് എന്നോട് ഞാൻ എഞ്ചിനീയർ പറഞ്ഞു ടൈൽസ് പിന്നെ മുകളിലിട്ട് കഴിഞ്ഞാല് പിന്നെ പ്രശ്നമാണ്, അത് പെരയിരിക്കും, അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ മൂപ്പര് പറഞ്ഞാൽ പേടിപ്പിച്ചു. മൂപ്പര് കണ്ടപ്പോൾ മൂപ്പർക്ക് നല്ല ഇടണം എന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 6 മാസം മുമ്പ് 1 കൊല്ലം മുമ്പ് മൂപ്പര് ഹൗസ് വാമിങ് കഴിഞ്ഞത്. അതായത് അങ്ങനത്തെ കുറെ ആൾക്കാർക്ക് മനസ്സിൽ പേടിയുണ്ട് എല്ലാവരും. പിന്നെ ചില ആൾക്കാരുണ്ട് ബഡ്ജറ്റിന്റെ ഒരു കേസ് വന്നുകൊണ്ട് ബഡ്ജറ്റ് ആലോചിച്ചിട്ട് ഇപ്പത്തെ ടൈൽ എടുക്കണോ മാർബിൾ എടുക്കണോ ഏകദേശം ഒക്കെ കണക്കാണ്. നമ്മളിപ്പോ ടൈൽസ് പറയുമ്പോ അത്ര നിങ്ങൾ പറഞ്ഞാൽ അത്ര ക്വാണ്ടിറ്റിയിൽ വരുള്ളൂ. മാർബിൾ പറയുമ്പോൾ നമ്മൾ ഇത്ര എങ്ങനെ പറയുന്നത് അതിന്റെ ഒരു സെക്ഷനിൽ പറയും, അതായത് ഇത്ര ക്വാണ്ടിറ്റി ഇത്ര വലുപ്പം എന്നുള്ള ഇതിൽ പറയുമ്പോൾ മാർബിൾ പിന്നെ അൺസൈസ് ആണ്, ഇന്ന സൈസ് വരില്ല. നമുക്ക് ഇഷ്ടപ്പെടുന്ന കല്ല് ഏതാണോ സൈസ് അത് കൊണ്ടുവരാന്നല്ലാതെ എനിക്ക് ഇത്ര സൈസിൽ വേണം നമുക്ക് മാർബിൾ ഒരിക്കലും വാശി എടുക്കാൻ പറ്റില്ല. മാർബിൾ എന്താ വെച്ചാൽ അവർക്ക് മൈൻസിൽ നിന്ന് എങ്ങനെയാണോ കംപ്ലൈന്റ് ഇല്ലാതെ കിട്ടുന്നത് അത് കട്ട് ചെയ്ത് ഷേപ്പ് ആക്കിയിട്ട് ആ ലെവലിൽ വരും. ചിലപ്പോൾ 6-4 ഏക്കാരം, ചിലപ്പോൾ 7-4 ഏക്കാരം, ചിലപ്പോൾ 5-8 ഏക്കാരം. ആ ലെവലിൽ ഇങ്ങനെ ഓവർ സൈസ് നമ്മൾ എടുക്കൂല. അതായത് ഇതിപ്പോൾ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്, ഇതിലേറെ വലിയ സൈസ് ഒന്നും മാർബിൾ എടുക്കൂല. കാരണം ഇത് കൈകാര്യം ചെയ്യാൻ കഴിയില്ല, അത്രയും വെയിറ്റ് അല്ലേ വരിക, കൈകാര്യം വിൽക്കണ്ടേ പണിക്കാർക്കൊന്നും ഇതന്നെ നമ്മൾ മോൾക്കൊക്കെ കയറ്റാൻ വേണ്ടിയിട്ട് പണിക്കാരെ നല്ലോണം ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന്. അന്നൊരു എക്സ്ട്രാ 2 പണിക്കാരെ കൊടുന്നുകൊണ്ടാണ് മേലെ കയറ്റിയത്. ഇത്രയും വലിയ സ്ലാബ് അല്ലേ. നീളം എത്ര ഉണ്ടായാലും നമുക്ക് പ്രശ്നം വരില്ല. ഹൈറ്റ് കൂടുമ്പോൾ ഇവർക്ക് പിടുത്തം കിട്ടില്ല, മാറി പിടുത്തം. സ്ലാബ് ഇങ്ങനെ ചെരിഞ്ഞ് കഴിഞ്ഞാൽ പിടുത്തം കിട്ടില്ല. അപ്പോൾ മേലെ കയറ്റിയപ്പോൾ ഒരു 1/2 അടിയിട്ട് കട്ട് ചെയ്ത് വെച്ച് കുറച്ച് ചെറുതാക്കിയാണ്ടൊക്കെ കയറ്റിക്കണം. കാരണം ആ സ്റ്റെയർ കയറുമ്പോൾ മുകളിൽ തട്ടിയിട്ട് അങ്ങനെ കുറച്ച് ഇതാക്കിയാണ്ടാണ് കയറ്റിക്കുന്നത്. ചെറിയൊരു സൈസ് ഒന്ന് ചെറുതാക്കിയിട്ട് മറ്റേ കയറ്റാൻ കഴിയില്ല, അവരെ പറഞ്ഞിട്ടും കാര്യമല്ല. പിന്നെ ഒക്കത്തിന് കാരണം പിന്നെ ഇപ്പാക്കിന്റെ ധൈര്യമാണ്. പിന്നെ എല്ലാത്തിനും നമുക്ക് പുതിയ വെറൈറ്റികൾ ചിന്തിക്കാനുള്ള അങ്ങനത്തെ ചിന്താഗതിയാണ്. എല്ലാവരും പോവാതെ നമുക്കായിട്ട് എന്തെങ്കിലും. ഞാൻ വേറൊന്ന് ശ്രദ്ധിച്ചിരുന്നു, നമ്മൾ ഇവിടെ വർക്ക് എടുക്കുന്ന സമയത്ത് ഈ സീലിംഗുമേ മാഷാല്ലാന്ന് എഴുതിന്, അത് പിന്നെ 8th ക്ലിയർ അല്ലാത്തതുകൊണ്ട് അത് പറപ്പിച്ച്. കാരണം നേരെ സീലിംഗുമേ കറക്റ്റ് അവർ ഫോണ്ട് കറക്റ്റ് ആയില്ല, ഒന്നിങ്ങനെ കോണായിട്ടാണ് വന്നത്, എടുപ്പിച്ചുകൊണ്ട് പിന്നെ ഇപ്പോൾ ഡോറിൻ്റെ അവിടേക്ക് വെപ്പിച്ച്. ഇപ്പൊ എന്തായാലും ഉഷാറായി വീട്. ഇപ്പൊ പോരായ്മകള് കാര്യങ്ങളൊന്നും ഇല്ല, ഒക്കെ ഉഷാറായി.